നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 973rd day. Today 17th sloka of Pratama Skandam 12th chapter. For details please see the discussion box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 973 ദിവസം. പ്രഥമ സ്കന്ധത്തിലെ 12ാമത്തെ അധ്യായത്തിലെ 17ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ കൃതാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂഷണം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 12ാമത്തെ അധ്യായത്തിലെ 17ാമത്തെ ശ്ലോകം. ഓം തത്സത്. തസ്മാൻ നാമ്നാ വിഷ്ണുരാധ ഇതി ലോകേ ബൃഹശ്രവാ ഭവിഷ്യതി ന സന്ദേഹോ മഹാഭാഗവതോ മഹാൻ. ഓം തത്സത്. തസ്മാൻ നാമ്നാ വിഷ്ണുരാധ ഇതി ലോകേ ബൃഹശ്രവാ ഭവിഷ്യതി ന സന്ദേഹോ മഹാഭാഗവതോ മഹാൻ. ഓം തത്സത്. പദം പിരിക്കേണ്ടത് തസ്മാത് നാമ വിഷ്ണുരാധ ഇതി ലോകേ ബൃഹശ്രവാ ഭവിഷ്യതി ന സന്ദേഹോ മഹാഭാഗവതോ മഹാൻ. അതായത് തസ്മാത് അത് ഹേതുവായിട്ട് ലോകേ ലോകത്തിൽ ഏഷ ഇവാൻ ഏഷ കഴിഞ്ഞതിലുള്ളതാണ്. ഏഷ ഇവൻ ബൃഹശ്രവ വിഷ്ണുരാധ ഇതി വിഷ്ണുരാധൻ എന്ന് ബൃഹശ്രവ അമിത കീർത്തിമാൻ. ബൃഹശ്രവ എന്ന് പറഞ്ഞാൽ അധികമായിട്ടുള്ള കീർത്തിമാനായിട്ടുള്ളവൻ. ബൃഹശ്രവ മഹാഭാഗവത മഹാനായ ഭക്തനായിട്ടും ഭാഗവതനായിട്ടും മഹാൻ മഹിമയേറിയവനായിട്ടും ഭവിഷ്യതി ഭവിക്കും. ന സന്ദേഹ ഇതിൽ സന്ദേഹമില്ല, സംശയമില്ല. അതായത് പറയുകയാണ് ഇപ്രകാരം ഭഗവാൻ നിങ്ങളുടെ ദുഃഖം അകറ്റി നിങ്ങൾക്കൊരു പാരമ്പര്യത്തെ നൽകിയിരിക്കുകയാണെന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. നിങ്ങളുടെ ദുഃഖം അകറ്റുവാൻ വേണ്ടി നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹമാണിതെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പറയുകയാണ്. അതുകൊണ്ട് തന്നെ ബ്രാഹ്മണന്മാർ പറയുന്നതാണ് നാം പാരായണം ചെയ്യുന്നത്. അതുകൊണ്ട് ഇവൻ വിഷ്ണുരാധൻ എന്ന നാമധേയത്തെ വഹിച്ച് ലോകത്തിൽ എങ്ങും വ്യാപിച്ചിരിക്കുന്ന കീർത്തിയോടുകൂടിയിട്ടും മഹാഭക്തിയോടുകൂടിയിട്ടും പ്രകാശിക്കുവാൻ പോകുന്നവനാകുന്നു. സന്ദേഹമില്ല, ഇവൻ വളരെയേറെ കീർത്തിമാനായി തീരും. ഭക്തി കൊണ്ടും നന്മ കൊണ്ടും മഹാത്മ്യം കൊണ്ടും ഒക്കെ ഈ ശിശു നിങ്ങളുടെ വംശത്തെ വളരെയേറെ കീർത്തിയേറിയതാക്കി തീർക്കും. അവൻ വളരെയേറെ കീർത്തിമാനായി ഭവിക്കും. അതിൽ ഒട്ടും സംശയമില്ല എന്ന് ഈ ബ്രാഹ്മണർ പറയുകയാണ്. ബ്രാഹ്മണർ എന്ന് പറഞ്ഞു, അതിൽ തുടങ്ങിയവർ എന്ന് പറഞ്ഞിട്ട് 2-3 പേരുടെ പേരും പറഞ്ഞിരുന്നു. കൃപർ, ദൗമ്യർ തുടങ്ങിയിട്ടുള്ള ബ്രാഹ്മണർ എന്നാണ് പറഞ്ഞത്. അപ്രകാരമുള്ള മഹത്വക്കളായിട്ടുള്ള ബ്രാഹ്മണർ അനുഗ്രഹിച്ചുകൊണ്ട് പറയുകയാണ് ഈ ശിശു മഹാകീർത്തിമാനായിട്ട് ഭവിക്കും. ഇവൻ്റെ പേര് വിഷ്ണുരാധൻ. വിഷ്ണുരാധൻ എന്നും പരീക്ഷിച്ചെന്നും പല പേരുകളുണ്ട്. വിഷ്ണുരാധൻ എന്ന പേരോട് കൂടിയിട്ട് ഇവൻ ലോകം മുഴുവൻ കീർത്തിമാനായിട്ട് ഭവിക്കും എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. തസ്മാം നാമ്നാ വിഷ്ണുരാധ ഇതി ലോകേ ബൃഹശ്രവാ ഭവിഷ്യതി ന സന്ദേഹോ മഹാഭാഗവതോ മഹാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയും ആരോഗ്യവും പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു ഗീതാരാജി. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ നന്ദിയും ഉണ്ടാകട്ടെ. ഓം തത്സ.